ഹലോ ഗൈസ്, ഞാൻ പെസഹ അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. പിന്നെ തേങ്ങ ചിരണ്ടാനുള്ള മടി കൊണ്ട് ഞാൻ കുത്തിയിട്ട് അടിച്ചിടും. അങ്ങനെ നമ്മൾ തേങ്ങ അടിച്ചിരിക്കണം. അരിപ്പൊടിയുമുണ്ട്. എനിക്ക് തോന്നണത് പച്ചരിയകത്ത് അടിക്കണ്ടേന്ന്, ബട്ട് എനിക്കറിയില്ലല്ലോ. വെറുതെ കുളമാക്കി അരിപ്പൊടിയാണ് എടുക്കുന്നത് ഗൈസ്. ഇനി നോക്കട്ടെ. ആക്ച്വലി ഇതൊക്കെ എൻ്റെ ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്നാലും പരീക്ഷിക്കണമല്ലോ. ഇത് കൂടിപ്പോയതുകൊണ്ട് നമുക്ക് നാളെ ഇഡ്ഡലിക്ക് വേണ്ടി എടുത്ത് വയ്ക്കാം. ഉഴുന്നിട്ട് തേങ്ങ ഇട്ട് എന്തിട്ടാണാവോ, യൂട്യൂബിൽ കണ്ട പോലെ നമുക്ക് 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ജീരകം. ഇതിലേത് ജീരകമാണെന്ന് എനിക്കറിയാൻ പാടില്ല. കുറേ ജീരകമുണ്ട് ഇതിൽ. നല്ല ജീരകമോ പെരുംജീരകമോ ഇതൊക്കെ. അങ്ങനെ ഞാൻ ഉഴുന്നടിച്ചെടുത്തു പൊടിയായിട്ട്. ഞാൻ ഇതുണ്ടാക്കിയിരിക്കുകയാണ്. ഇത് അപ്പോയിട്ട് വരുമ്പോൾ ഈ പാത്രം എൻ്റെ ഇഡ്ഡലി ചെമ്പിൽ കയറുന്നില്ല ഗൈസ്, അതുകൊണ്ട് ഞാനത് മാറ്റി അരിഞ്ഞ് കിടപ്പുണ്ട്. നെക്സ്റ്റ് കുറുക്ക്, അതിനുള്ള ശർക്കര ഒരുക്കാൻ പോകും. അങ്ങനെ 2 റെഡി ആയിരിക്കും. അങ്ങനെ പാല് കുറുക്കിനുള്ള മിക്സ് ഇട്ടാം. എന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ, ശർക്കര, കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് കലക്കും, അല്ല വേവിക്കും. അങ്ങനെ നമുക്ക് ഇത് കുറുക്കിയെടുക്കാം. പൊടി ഇങ്ങനെ കുറുകി വരും ഗൈസ്. ഇത് കുറേ നേരമായി എന്നിട്ടും കുറുകണില്ലല്ലോ.